ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനോര ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര പരുന്തിൻപാറ, രാമക്കൽമേട്. അതുകൂടാതെ ഇതിൻ്റെ കൂടെ കുറേ സ്ഥലങ്ങൾ വേറെയും പോകുന്നുണ്ട്. അതുപോലെ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ്, പട്ടുമല, അതുപോലെ രാമക്കൽമേട്, കാറ്റാടിപ്പാടം, രാമക്കൽമേട് പാർക്ക്, ഇങ്ങനെ മഞ്ഞുമല, ഇങ്ങനെ കുറേ സ്ഥലത്ത് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസാണ്. ഇപ്പോൾ ഇത്ര നല്ല ചൂടുള്ള സമയത്തും ഈ കാലാവസ്ഥയിൽ പോലും ഇതുപോലെ വെള്ളം മുകളിൽ ഒഴുകി താഴത്തേക്ക് ഒരു വാട്ടർഫാൾസ് ഈ ടൈമിൽ കാണാൻ കുറച്ച് പ്രയാസമാണ്. എങ്കിലും ഇത് വളരെ ചിലവ് കുറഞ്ഞൊരു ടൂറാണ്. അതായത് 600 രൂപയാണ് നമ്മൾക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് ഇവിടത്തേക്ക് വരുന്നത്. ഇതുപോലെ കുറേ നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടുകൊണ്ടുള്ള ഒരു ദിവസം രാവിലെ ഒരു 5:30 മണി മുതൽ രാത്രി 12 മണി വരെ ഉള്ള ഒരു ടൂറാണിത്. അപ്പോൾ ഈ ടൂറിൻ്റെ എല്ലാ സ്ഥലങ്ങളും, നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഏകദേശം ഇതിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കാണും. കാരണം ഇത് വളരെ പ്രകൃതിയുടെ ആ ഭംഗി അതുപോലെ തന്നെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. കൂടാതെ നമ്മൾ വലിയൊരു എക്സ്പെൻസ് ചെലവ് ചെയ്തിട്ട് പോകുന്ന ഒരു ടൂറൊന്നുമല്ല. 600 രൂപക്കുള്ളൊരു ടൂർ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ എക്സ്പെൻസാണ്. അത് ഇത്രയും സ്ഥലങ്ങളും ഒരു ദിവസം ഫുള്ള് കുറേ ആൾക്കാരുടെ കൂടെ നമ്മൾക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല റോഡും നല്ല കാലാവസ്ഥയും. ഈ സ്ഥലത്ത് അധികം നല്ല മഞ്ഞാണ്. പക്ഷെ ഇന്ന് കുറച്ച് കുറവാണ്. കോട വരുന്നത് കാരണം നമുക്ക് ഈ പരുന്തുംപാറയിലെത്തി ഇവിടുത്തെ ഈ വ്യൂ നമുക്ക് ശരിക്കും കാണാൻ പറ്റത്തില്ല. ഇന്ന് കുറച്ച് കോട കുറവായത് കാരണം കോട വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10-11 മണി ആ ടൈമാണ് ഇപ്പോഴും. ഇപ്പം നമുക്ക് നല്ലൊരു കാലാവസ്ഥയാണ്. ചൂടും അതുപോലെ പറയാൻ മാത്രം ചൂടൊന്നുമില്ല. എങ്കിലും നല്ലൊരു കാലാവസ്ഥ കിട്ടി നമ്മൾക്ക് ഇന്നത്തെ ഈ യാത്രയിൽ. മഴയുള്ള സമയത്തൊന്നും നമുക്ക് ഈ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. കാരണം ട്രക്കിങ്ങോ അതുപോലെ സ്ഥലങ്ങളൊന്നും പോകാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലൊരു വ്യൂ ആണ്. ഈ പരുന്തിൻപാറയിലത്തെ ഈ വ്യൂ കണ്ടില്ലേ, നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് വ്യക്തമായിട്ടില്ല മലമടക്കുകളും എല്ലാം കാണാം. കാരണം അതുപോലെ ഇവിടെ ഇരിക്കാനും അതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്കുള്ള കടകളും കാര്യങ്ങളും, നിറയെ ആൾക്കാർ ഇവിടെ വന്ന ഒരു ദിവസം നമുക്ക് അടിച്ചു പൊളിച്ചു പോകാൻ നമുക്ക് ഒരുപാട് സമയം ഇവിടെ ചെലവഴിക്കാനുണ്ട്. പക്ഷേ നമ്മൾക്ക് അങ്ങനെ ചെലവഴിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റ് പല സ്ഥലത്തേക്കും പോകാനുണ്ടായതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു ഓട്ടോ പ്രദർശനം പോലെയാണ്. എന്നാലും 1 മണിക്കൂർ സമയത്തേക്ക് നമ്മൾ ചെലവഴിച്ചു ഇവിടെ. ഇപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ താഴത്തൊക്കെ വളരെ വലിയ കൊക്കയാണ്. ആ കൊക്കയിലേക്കെല്ലാം നമ്മൾക്കിങ്ങനെ നോക്കി കുറേ സമയം ആസ്വദിച്ചിരിക്കാനും ഇതുപോലെ മഞ്ഞ് വരുമ്പോൾ മഞ്ഞിൽ കുതിർന്ന് നമ്മൾ നിൽക്കാനും നമ്മൾക്കൊരു ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളതാണ്. പക്ഷേ ഒരുപാട് സ്ഥലങ്ങൾ വേറെയും പോകാനുണ്ടായതുകൊണ്ട് നമ്മൾ ഈ യാത്രയുടെ ഇവിടുത്തെ പരുന്തിൻപാറ ഈ ലൊക്കേഷനിലത്തെ യാത്ര ഏകദേശം അവസാനിപ്പിച്ച്. ഇതൊക്കെ അതിൻ്റെ വ്യൂ പോയിന്റുകളാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ഒരുക്കാണ്. നമ്മൾ കുറേ ആൾക്കാരുണ്ട് ഇതിൽ. നമ്മൾ ഒരു 10-40ഓളം ആൾക്കാരുള്ള ഒരു ടൂറാണ്. ഇത് കണ്ടില്ലേ, ഇത് ചുണ്ടങ്ങാന്നിലെ ഒരു ഇതാണ്. കാരണം ഇത് ഔഷധ ഗുണമുണ്ടെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. അതുപോലെ ഇത് ചെറിയ പാകത്തിൽ ഇതിന് തോരൻ വെച്ച് കഴിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഇത് നാട്ടിലേക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിൻപുറത്ത് കാണാൻ സാധ്യത കുറവാണ്. ഇത് കണ്ടില്ലേ, ഒരുപാട് തേയിലത്തോട്ടങ്ങളിലൂടെ രാവിലെ തന്നെ നല്ല സന്തോഷത്തിൽ നമുക്ക് യാത്ര ചെയ്യാം. കണ്ടില്ലേ, ഇത് നമ്മൾ രാമക്കൽമേട് പാർക്കാണ്. ഇവിടെ പാർക്കിൽ ഇതിൻ്റെ ഇതിപ്പോൾ ഏറ്റവും മുകളിലുള്ള ഒരു ഏറുമാടം പോലത്തെ ഇതിൻ്റെ മുകളിലാണ്. അത് മരത്തിൻ്റെ മുകളിൽ ഏറുമാടം പോലെ കിട്ടിയ ഏണിയിലൂടെ കയറി ഓടിയുള്ള. മറ്റത് ശരിക്കും സിമെന്റിന്റെ കമ്പി കൊണ്ടാണ്. ഇത് ഒരു എന്താ ഇതിനെ പറയാ, മുളയുടെ ഒരു വീടാണ്. മുള വളർന്നു വന്നിങ്ങനെ അതിന്റെ അടിവശമെല്ലാം വെട്ടി നല്ലൊരു വീട് പോലെ ഉണ്ടാക്കി നല്ല തണലും നല്ല തണുപ്പുള്ള ഒരു ഏരിയ ആണത്. ഈ പാർക്കിൽ നമ്മൾ കുറേ സമയം നമ്മളിവിടെ ചെലവഴിക്കുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾക്കിനും വേറെ സ്ഥലത്ത് പോകുന്നതായതുകൊണ്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇതൊരു ഓട്ടോ പ്രദർശനം പോലെ കഴിഞ്ഞ് നമ്മൾക്കിനി പോകേണ്ടത് ഇവിടുന്ന് നോക്കിയാൽ രാമക്കൽമേട് വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ അങ്ങ്, അതായത് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് തമിഴ്നാട്ടിലത്തെ കമ്പം തേനി ഒക്കെ നമുക്ക് ഇവിടെ നന്നായിട്ട് കാണാം. ഇതിൻ്റെ മുകളിൽ ഇത് നല്ല ഉറപ്പുള്ളത് കൊണ്ട് പേടിക്കേണ്ട കയറാനും. അത് 2-3 നില കെട്ടിടത്തിൻ്റെ അത്ര ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ കയറാൻ കുറച്ച് മടിയാണ് എല്ലാവർക്കും. ഇവിടെ നീ കാണുന്ന കാഴ്ച കമ്പം തേനിയാണ്. കമ്പം തേനിയുടെ ഒരു വിദൂര കാഴ്ചയാണ്. അപ്പോൾ നമ്മൾക്ക് കമ്പം തേനിയിലേക്ക് പോയതുപോലെ ഒരു അനുഭവമായില്ലേ. പക്ഷെ ഇത് വളരെ ഹൈറ്റിലാണ്.
ഇത് കേരളത്തിലുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ വ്യൂ കണ്ടുകൊണ്ടിരുന്ന സ്ഥലം കേരളത്തിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് കാറ്റാടിപ്പാടം. ഇവിടെ തന്നെ നിറയെ കാറ്റാടിപ്പാടമുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലത്ത് കുറച്ച് മാത്രം കാറ്റാടിപ്പാടങ്ങളുണ്ട്. പക്ഷേ ഇതും നല്ലൊരു വ്യൂ പോയിന്റാണ്. ഇവിടെ നമുക്ക് നല്ല ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും പറ്റിയതുപോലെ ഇതിൻ്റെ ദൂരത്തെല്ലാം നിറയെ കാറ്റാടിപ്പാടങ്ങളുണ്ട്. ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം മറ്റുള്ള എൻ്റെ ബാക്ക് സൈഡിലും ഇഷ്ടംപോലെ. നമ്മൾ ഇത് കേരളത്തിൻ്റെ ഉള്ളിലല്ല, തമിഴ്നാട്ടിലാണ് കിടക്കുന്നത്. ഇതൊക്കെ ഇവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ വലിയ നല്ല ശതമാനം ആൾക്കാർ ഇവിടെ വന്ന് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും അതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട്. ഇപ്പോൾ മഴയുടെ സീസണല്ലേ, ഏത് സമയത്തും മഴ വരാം. മഴ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇടിമിന്നൽ ഭയങ്കരമായിട്ടുള്ള ഏൽക്കുന്ന ഒരു ഏരിയയാണ്. അതുകൂടാതെ തന്നെ റോഡിൻ്റെ അവസ്ഥയും. ഈ കാണുന്നത് കണ്ടില്ലേ, ഇത് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു വ്യൂ പോയിന്റാണ്. ആ കാണുന്ന അതിൻ്റെ മുകളിലെല്ലാം നിറയെ ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് അവിടത്തേക്ക് പോകണമെങ്കിൽ വേറൊരു വശത്തെ കൂടെ പോയി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു 7 കിലോമീറ്ററുള്ള യാത്രയാണ് നടന്നു പോകണം എന്നാണ് പറയുന്നത്. ഈ വഴിയിൽ പോയി കയറണം അതിൻ്റെ മുകളിലേക്ക് പറഞ്ഞാൽ 7 കിലോമീറ്റർ. അപ്പോൾ നമ്മളതിൽ നല്ല പ്രായമുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളതിന് ഇതായാലും മുതിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു വ്യൂ പോയിന്റാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ രാമക്കൽ മേടെല്ലാം കണ്ടുപിടിക്കാം. ഈ ഒരു കല്ലിൻ്റെ പ്രത്യേകത കണ്ടോ? ഈ കല്ല് നമ്മളെല്ലാവരും കാണുന്ന എന്തിനാണ് ഈ കല്ലെടുത്തിരുന്നത്? അത് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആൾക്കാരാണ്. അവിടെ ആൾക്കാർ കയറി നിൽക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ നമ്മൾ താഴത്തോട്ട് വരുന്ന സമയത്ത് ഈ കല്ലിൻ്റെ ഉള്ളിലെ കൂടെ ആൾക്കാർക്ക് ഇങ്ങനെ പോകാം. ഞാനും കുറച്ചൊന്ന് ശ്രമിച്ചു, ഇവിടുത്തെ വരെ വന്ന് നോക്കി. ഇതിനപ്പുറം പോകുന്നത് നമ്മൾക്ക് തോന്നും ഇതൊരു എളുപ്പമുള്ള വഴിയാണ്. കണ്ടില്ലേ, ഈ ആൾക്കാർ നിൽക്കുന്നത് നമുക്ക് മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് പിന്നെ ഒരു വഴിയിലൂടെ വന്നത് ഈ വരുന്ന വഴിയുണ്ടല്ലോ, ഇത് വളരെ സാഹസികമായിട്ട് ഇതിലൂടെ വരാൻ പറ്റും. കാരണം ഇതിൽ എത്രയോ ആൾക്കാർ ഇതിലൂടെ വന്ന് പോകുന്നുണ്ടെന്ന് അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, വളരെ സാഹസപ്പെട്ടാണ്. അതായത് എനിക്കൊന്നും ഇത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ഇങ്ങനെ വരാൻ പറ്റുമോ. കാരണം വെച്ചാൽ എനിക്കത് കാണുന്ന സമയത്ത് തന്നെ എനിക്കൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള പോലൊരു തോന്നൽ. കാരണം ഇങ്ങനത്തെ ഒന്നും ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. കാരണം അതിലൂടെ എഴഞ്ഞാണ് വരുന്നത്. ആ വരുന്ന വഴി തന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലൂടെ പല ആൾക്കാരുടെ ചെരുപ്പൊക്കെ താഴത്തേക്ക് പോയി. അതുപോലെ ബാഗോ എല്ലാം പോയാൽ എടുക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ നിവരാൻ പറ്റത്തില്ല. കാരണം തല മുകളിലടിക്കും. ഇതുപോലെ തന്നെ ഏകദേശം കുറച്ച് ദൂരം വരെ എഴഞ്ഞാ വരുന്നതാണ് പറയുന്നത്. അതായത് ഒരു പ്രായഭേദം ഇല്ല, എല്ലാ ആൾക്കാരും ധൈര്യമില്ല, എല്ലാ ആൾക്കാരും ഇതിലൂടെ കയറി വരിക. പക്ഷേ എനിക്ക് അത്ര അതിനൊരു ധൈര്യമില്ലാതെ കൊണ്ട് ഞാൻ ചെയ്തില്ല. അതിനുശേഷം നമ്മൾ പോയത് ഇവിടെ തന്നെ കണ്ടില്ലേ, ഇതൊരു ആമയുടെ രൂപമുള്ള ഒരു സ്ഥലമാണ്. അതും കണ്ട് നമ്മൾ പിന്നെ നല്ല ഒരു സൺസെറ്റ്, നമ്മൾക്ക് ഇന്നത്തെ ദിവസം ടൂറിൻ്റെ ഏകദേശം കഴിയാറായി. അപ്പോൾ ആ സൺസെറ്റും കണ്ട് ഇവിടെ കുറവനും കുറത്തിയുടെ ഒരു വലിയൊരു ഇതുണ്ട്, പ്രതിമയുണ്ട്. അതിൻ്റെ മുമ്പിൽ നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായി. ഏകദേശം ഇരുട്ടിനുള്ള ഒരു കാലാവസ്ഥ തുടങ്ങി, ഇരുട്ടാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞാൽ അതിന് മുമ്പേ നമുക്കൊരു ട്രക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് നമുക്ക് വീഡിയോ എടുക്കാനോ അങ്ങനെയൊന്നും പറ്റുന്ന പോലെ ഇല്ല. കാരണം ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു കുഴി എന്ന് വിചാരിക്കും. പക്ഷേ ചെറിയൊരു കുഴിയില്ല, കുഴിയേ ഉള്ളൂ, റോഡില്ല. അതിലൂടെ പോയതാണ്. അതുകൊണ്ട് നമുക്ക് കൈ വിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് പരുന്തിൻപാറ രാമക്കൽമേട് സ്ഥലങ്ങളിലത്തെ വിശേഷങ്ങളും കാഴ്ചകളും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്